ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് മാരുതി സുസുക്കിയുടെ കൊമേഴ്ഷ്യൽ സെഗ്മെൻ്റായ സൂപ്പർ ക്യാരിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ ബിജു സാറ് നമ്മളെ കൂടെ ഉണ്ട്. സാറേ, ഈ വണ്ടിയുടെ 2023 2024 വന്നപ്പം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇതിന് വന്നത്? നമ്മളുടെ ഈ 2023-24 വരുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മളുടെ ഈ മാരുതിയുടെ സൂപ്പർ ക്യാരി എന്ന് പറയുന്ന ഈ വണ്ടി ഈ മിനി ട്രക്ക് കാറ്റഗറിയിലാണ് നമുക്ക് ഈ വാഹനം വരുന്നത്. ഈ മിനി ട്രക്കിൻ്റെ കാറ്റഗറിയിൽ വേറെ ഏത് വാഹനവും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഇതിന് 2 ഇരട്ടിയാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട്. അതായത് നമ്മളുടെ ഈ വണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സിലിണ്ടർ 1200 cc എഞ്ചിനിലാണ് നമ്മുടെ ഈ വണ്ടി വരുന്നത്. നമുക്കിത് തന്നെ പെട്രോൾ കം CNG 2 വേരിയൻ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഈ വണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ പെട്രോൾ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ 80 bhp 6000 RPM 80 bhp പവർ വരെ ഈ വണ്ടിക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ആ സെയിം തന്നെ CNGയിൽ വരുമ്പോഴത്തേക്കിനും 72 bhp വരെ വണ്ടിക്ക് ഔട്ട്പുട്ട് ഉണ്ട്. അതുപോലെ തന്നെ പെട്രോളിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 104 ആണ് പെട്രോളിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. അതുപോലെ CNG വരുമ്പോഴത്തേക്കിനും അത് 90 Nm ടോർക്കാണ് നമുക്ക് CNGയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഈ വണ്ടിക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 ജൂണിന് ശേഷം ഈ വണ്ടി K12 എന്ന് പറയുന്ന പുതിയൊരു സീരീസ് എൻജിൻ വെച്ചിട്ടാണ് നമുക്ക് ഈ വണ്ടി ഇപ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബെറ്റർ മൈലേജും ബെറ്റർ പവറും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 34% ആണ്. ഈ കാറ്റഗറിയിൽ ഏത് വണ്ടി കമ്പയർ ചെയ്താലും ഇത്രയും കൂടുതൽ ഗ്രേഡബിലിറ്റി ഉള്ളൊരു വണ്ടി ഈ ഒരു സൂപ്പർ ക്യാരിയിൽ മാത്രമേ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നമുക്ക് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റാത്തൊരു ഏറ്റവും വലിയൊരു യൂണീക്ക് പോയിൻ്റാണ്. നമ്മുടെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 34% ആണ്. അപ്പോൾ സാറേ, ഇതിൻ്റെ പെട്രോളിൻ്റെ ഒക്കെ മൈലേജ് എത്രയാണ് വരുന്നത്? ഇതിൽ പെട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് 1 ലിറ്ററിന് 18 കിലോമീറ്ററും അതുപോലെ തന്നെ CNG ആണെന്നുണ്ടെങ്കിൽ 1 കിലോയ്ക്ക് 23 കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കും. സാറേ, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എങ്ങനെയാണ്? നമുക്ക് സൂപ്പർ ക്യാരി എന്ന് പറയുന്നത് 2 വേരിയന്റിലാണ് വരുന്നത്. ഒന്ന് പെട്രോളും വരുന്നുണ്ട്, ഒന്ന് പെട്രോൾ കം CNGയും വരുന്നുണ്ട്. പെട്രോളിനാകുമ്പോഴത്തേക്കിനും 5,25,500 രൂപയും അത് പെട്രോൾ കം CNG വരുമ്പോഴത്തേക്കിനും 6,25,500 രൂപയും എക്സ് ഷോറൂം പ്രൈസാണ്. അപ്പോൾ സാറേ, ഇതിൻ്റെ നിലവിൽ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? നമുക്ക് സൂപ്പർ ക്യാരി പെട്രോളിനാണെന്നുണ്ടെങ്കിൽ 61,000 റുപ്പീസ് 61,000 രൂപയുടെ ഒരു ഓഫറുണ്ട്. പിന്നെ CNG ആണെന്നുണ്ടെങ്കിൽ 39,100 ഓഫറുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNGക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20,000 രൂപയുടെ ഒരു കൂപ്പൺ തീർത്തും ഫ്രീ ആയിട്ട് കിട്ടും. ഈ വണ്ടിയുടെ കൂടെ നമുക്ക് 20,000 രൂപയ്ക്ക് വേണ്ടി 20,000 രൂപയ്ക്ക് നമുക്ക് CNG ഫില്ല് ചെയ്യാൻ പറ്റും. സാറേ, ഇതിൻ്റെ വാറണ്ടിക്ക് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് സൂപ്പർ ക്യാരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 കിലോമീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ 3 വർഷം ഏതാണോ ആദ്യം വരുന്നത് അതാണ് നമുക്ക് ഈ വണ്ടിയുടെ വാറണ്ടി എന്ന് പറയുന്നത്. നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ്? എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 വർഷം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് 3 വർഷം എന്നുള്ളത് നമുക്ക് 4 വർഷത്തേക്ക് നമുക്ക് 1 വർഷം കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് പേയ്മെന്റ് ഒക്കെ പേയ്മെന്റ് ആവും. അതാകുമ്പോഴത്തേക്കും ഒരു 8,000 സംതിങ് വരും അതിന്റെ എക്സ്ട്രാ വരും. 8,000 നമ്മളത് ബില്ല് ചെയ്യുമ്പോൾ തന്നെ ചെയ്യണമല്ലോ? ഇല്ല, ബില്ല് ചെയ്യുമ്പോൾ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് 1 മാസം ഗ്യാപ്പ് ഉണ്ട് അതിനകത്ത് ചെയ്യണം. സാർ, അതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് സൂപ്പർ ക്യാരി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മാരുതിയുടെ കാർ സർവീസ് ചെയ്യുന്ന ഏത് സർവീസ് സെന്ററിൽ നമുക്ക് ഈ സൂപ്പർ ക്യാരി എന്ന് പറയുന്ന നമ്മുടെ ഈ മിനി ട്രക്ക് സർവീസ് ചെയ്യാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് സർവീസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് അക്രോസ് കേരള, അക്രോസ് ഇന്ത്യ മാരുതിയുടെ ഏതൊക്കെ സർവീസ് സെൻ്റർ ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് സർവീസ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി വേറെ മിനി ട്രക്കിൻ്റെ ഏത് സെഗ്മെൻറ്റ് എടുത്താലും കമ്പാരിറ്റീവ്ലി നമ്മുടെ സർവീസ് ചാർജ് വളരെ വളരെ കുറവാണ്. സ്പെയറിനൊക്കെ റേറ്റ് കുറവാണ്. സ്പെയറിനും സർവീസിനും എല്ലാം താരതമ്യേന കുറവാണ്. ഇത് സിമ്പിളായിട്ട് നമ്മുടെ കാര്യം ആലോചിച്ചാൽ ഇത് മാരുതിയുടെ പ്രോഡക്റ്റ് ആണ്. ആ ഒരു ക്രെഡിബിലിറ്റി ഇതിൻ്റെ ഉണ്ട്. സാർ, എൻ്റെ ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഈ വണ്ടിക്ക് ഫിനാൻസ് കമ്പനീസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ HDB ഉണ്ട്, HDFC ഉണ്ട്, സുന്ദര ഫിനാൻസ് ഉണ്ട്, ചോളമണ്ഡലം ഉണ്ട്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉണ്ട്. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ് നമുക്കുണ്ട്. നമുക്ക് ഏത് കമ്പനി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫിനാൻസിന് വേണ്ടി ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ IP ആയ ഏകദേശം ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഫിനാൻസ് ചെയ്ത് എടുക്കാവുന്നതായിരിക്കും. സാർ, അതിൻ്റെ നമുക്ക് ബുക്കിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ വണ്ടിയും സ്റ്റോക്ക് ആയിരിക്കും. നമുക്ക് ഫൈനാൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. 5 ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. സാറേ, ഇപ്പോൾ നമുക്ക് സൂപ്പർ ക്യാരിയിൽ ഇപ്പം ബോഡി ഏതൊക്കെ ടൈപ്പ് നമുക്ക് ബോഡിയൊക്കെ ചെയ്യാം അതിനകത്ത്? നമുക്ക് ഈ വാഹനം വളരെ പവർഫുൾ ആയതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ വണ്ടി വളരെ പവർഫുള്ളാണ്. അതായത് ഈ കാറ്റഗറിയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പവറുള്ള വണ്ടി ഈ മിനി ട്രക്കിലെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ പവറുള്ള വണ്ടി നമുക്ക് ഇത് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഇൻസുലേറ്റഡ് ബോഡി ആണെങ്കിലും ഫുഡ് ട്രക്ക് ബോഡി ആണെങ്കിലും എന്തൊക്കെ ബോഡിയാണോ ആ ഒരുമാതിരിപ്പെട്ട എല്ലാ സൈസിലെ ബോഡിയും നമുക്ക് ഇതിനകത്ത് ഫിക്സ് ആവും, ചെയ്യാൻ പറ്റും. ഫിക്സ് ആവും. പിന്നെ നമുക്ക് ബോഡി ഇപ്പം ഓരോന്നും ചെയ്തനുസരിച്ചല്ലേ പേയ്മെന്റിന്റെ? ബോഡി എക്സ്ട്രാ വരും. ബോഡിയുടെ പേയ്മെന്റ് അത് ഓരോ ബോഡി അനുസരിച്ച്. അതിപ്പം ഹൈടെക് ബോഡിയാണ് ആൾക്കാർ ചോദിക്കുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ അലൂമിനിയം ബോഡിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബോഡി അനുസരിച്ചിട്ട് എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിന്റെ ഒരു വെയിറ്റിംഗ് പീരീഡും കാണുമല്ലേ? അത് ഹാർഡ്ലി 1 ദിവസത്തെ, മാക്സിമം 1 ദിവസം അല്ലെ 2 ദിവസം. 1 ദിവസം.